ഡോക്ടർ സോയ, ഇപ്പോൾ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, അത് കോൺഗ്രസ് രാഷ്ട്രീയവുമായി കൂടി ബന്ധപ്പെട്ടതാണ്. താങ്കൾ ഈ ചർച്ചയിലേക്ക് വന്നതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കെ മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഇനി തൽക്കാലം മത്സരരംഗത്തേക്കില്ല, പൊതുരംഗത്ത് നിന്ന് കുറേ കാലത്തേക്ക് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം തൃശ്ശൂരിലെ സംഘടനാ സംവിധാനങ്ങളിലെ ബലഹീനത പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും അദ്ദേഹത്തിന് വേണ്ടി തൃശ്ശൂരിലേക്ക് ഇതുപോലൊരു മത്സര രംഗത്ത് ഉള്ള തൃശ്ശൂർ പോലൊരു മണ്ഡലത്തിലേക്ക് എത്താതിരുന്നു. അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. LDF വിജയിച്ചാൽ എനിക്ക് ഈ ദുഃഖം ഉണ്ടാകുമായിരുന്നില്ല എന്ന നിലയിൽ കെ മുരളീധരൻ പറയുന്നത്, ഇപ്പോൾ UDF വലിയ തോതിൽ 2019 ആവർത്തിച്ചൊരു വിജയം നേടുമ്പോഴും തൃശ്ശൂരിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഗൗരവത്തിലെടുക്കേണ്ട കാര്യങ്ങൾ തന്നെയല്ലേ, വിഷയങ്ങളല്ലേ? അല്ല, തീർച്ചയായും ഞാൻ അതിനെ ഒരു സ്വയം വിമർശനാത്മകമായി തന്നെയാണ് അക്കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. അത്തരം കാര്യങ്ങളെ റദ്ദ് ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ നിഷേധിച്ചുകൊണ്ടോ മുന്നോട്ട് പോകുന്ന ഒരു അർത്ഥമില്ല. സംഘടനാപരമായിട്ടുള്ള പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും തിരുത്തണം. നമ്മൾ അത്തരം പരാജയങ്ങളെ ഉൾക്കൊള്ളുകയും ആ പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുകയും ചെയ്യണം എന്നുള്ളത് വ്യക്തിപരമായും അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുക കൂടി ചെയ്യുമ്പോൾ തീർച്ചയായും അത്തരം കാര്യങ്ങളെ കൊണ്ട് മാത്രമാണ് നമുക്ക് മുന്നേറ്റങ്ങളോ അല്ലെങ്കിൽ വ്യക്തിപരമായും സംഘടനാപരമായും നമുക്ക് മെച്ചപ്പെടലുകൾ ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായും പഠിക്കാനും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാനുമുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. പക്ഷേ തൃശ്ശൂരിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള ചില ഇടങ്ങളിൽ ചില പിഴവുകൾ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതിൽ രാഷ്ട്രീയമായിട്ടുള്ള ഫൈറ്റ് എന്നുള്ളതിനപ്പുറത്തേക്ക്, രാഷ്ട്രീയമായിട്ടുള്ള പോരാട്ടം എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റ് പല ആസ്പെക്റ്റുകളും പല അതിന് ഡൈമെൻഷൻസും ഒരുപക്ഷെ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പുകളിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ തൃശ്ശൂരിലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫലം കൂടിയാണ് തീർച്ചയായും വന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് തീർച്ചയായും സംഘപരിവാറിന് അനുകൂലമായി BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഉണ്ടായി എന്നുള്ളതിൽ 100% ഖേദിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അത് വ്യക്തിപരമായും അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് തീർച്ചയായും, അല്ലെങ്കിൽ കേരളത്തിൽ ഇത്തരമൊരു BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതിൽ തീർച്ചയായും, അല്ലെങ്കിൽ മുന്നേറ്റം ഉണ്ടായി എന്നുള്ളതിൽ തീർച്ചയായിട്ടും ഖേദകരമായിട്ടുള്ള ഒരു അവസ്ഥയായി തന്നെ അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ അതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഈ രാജ്യത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം, വളരെ മികച്ചതായിട്ടുള്ള രീതിയിലുള്ള ഒരു മാറ്റം കോൺഗ്രസിന് മുന്നോട്ട് വെക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് മുന്നോട്ട് വെക്കാൻ സാധിച്ചു. കാരണം ഇത് കേരളത്തിലെ മാത്രം തെരഞ്ഞെടുപ്പല്ല, ഇതൊരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു വിശാലമായിട്ടുള്ള ഭൂമികയിലേക്ക് നടന്നിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും വലിയ പ്രതീക്ഷയ്ക്ക് വകയുള്ള തരത്തിലേക്ക് ഒരു മുന്നോട്ട് പോകൽ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും സാധിച്ചു എന്നുള്ളത് ഈ രാജ്യത്തെ തന്നെ തിരിച്ചുപിടിക്കാനുള്ള, ഞാൻ വളരെ സങ്കുചിതമായ രീതിയിൽ അതൊരു രാഷ്ട്രീയ കക്ഷി അത്തരം ഭേദങ്ങളിലൂടെ അല്ല സംസാരിക്കുന്നത്, അതിനപ്പുറത്തേക്ക് ഈ രാജ്യത്തിന്റെ വിശാലമായ ഭൂമികയെയും മതേതരത്വത്തെയും ജനാധിപത്യത്തെയും ഒക്കെ വിലമതിക്കുന്ന മനുഷ്യരെന്ന നിലയിൽ അത്തരം ഒരു മുന്നോട്ട് പോക്ക് അല്ലെങ്കിൽ അത്തരം ഒരു മുന്നേറ്റം നടത്താൻ സാധിച്ചു എന്നുള്ളതിൽ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടം ഇന്ത്യ മുന്നണിക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കൂ. കാരണം ഈ മോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷമായി BJP ചെയ്തുകൊണ്ടിരിക്കുന്നത് വികസന പ്രവർത്തനങ്ങൾ പറയുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ രാജ്യത്തിന്റെ സമൂലമായ മാറ്റത്തെ പറ്റി ചർച്ച ചെയ്യുകയോ അല്ല. അവർ ഒരു മോഡി ബിൽഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ മോഡി ബിൽഡിങ്ങിന് ഏറ്റവും കനത്ത പ്രഹരമേറ്റ ഒരു തെരഞ്ഞെടുപ്പായി ഇതിനെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ആദ്യത്തെ മണിക്കൂറുകൾ 2-3 മണിക്കൂറുകളിൽ പിന്നിലാണ് എന്നുള്ള വാർത്ത 2-3 മണിക്കൂർ തുടർച്ചയായി വന്നതായി നമ്മൾ കണ്ടു. ഈ രാജ്യത്ത് ഏറ്റവും വാരാണസിയിൽ അദ്ദേഹം ആദ്യ റൗണ്ടുകളിൽ പിന്നിലായിരുന്നു. വളരെയധികം പിന്നിലായിരുന്നു. അപ്പൊ അത് നമ്മൾ ചിന്തിച്ചു നോക്കണം. ഒരു മോഡി പ്രഭാവം അല്ലെങ്കിൽ മോഡി തരംഗം എന്നൊക്കെ കൊട്ടിഘോഷിക്കപ്പെടുമ്പോ എത്ര കുറഞ്ഞ ലീഡിലേക്കാണ് കുത്തനെ ഇടിഞ്ഞതെന്ന് ആലോചിച്ച് നോക്കണം. അതേസമയം രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് വലിയ പോരാട്ടങ്ങൾ നടത്തുന്ന ഒരാൾ 2 ഇടങ്ങളിലും വലിയ മാർജിനിലേക്ക് ലീഡ് ഉയർത്തിയത് നമ്മൾ കണ്ടു. അപ്പൊ അത്തരത്തിലൊക്കെയുള്ള മോഡി പ്രഭാവത്തിന് വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ സ്മൃതി ഇറാനിയെ പോലെയുള്ള അല്ലെങ്കിൽ അവരുടെ വലിയ താരസ്ഥാനാർത്ഥികളായി പറയപ്പെടുന്ന ആളുകൾ വലിയ രീതിയിൽ പിന്നോട്ട് പോയത് നമ്മൾ കണ്ടു. അങ്ങനെ അയോധ്യയിൽ തോറ്റത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശരത് തന്നെ ഇൻട്രോയിൽ പറഞ്ഞു. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അധപ്പതനം, അതിന്റെ ഒരു ആദ്യത്തെ ഘട്ടം അല്ലെങ്കിൽ അത് ഏറ്റവും ഭംഗിയായി തന്നെ നിർവഹിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 10 വർഷം അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയ സമവാക്യങ്ങളും അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള വർഗീയമായിട്ടുള്ള പരാമർശങ്ങളും ഒരു തരത്തിലുള്ള വികസനമില്ലായ്മയും ഈ രാജ്യത്തെ മനുഷ്യർ മനസ്സിലാക്കുകയും
അതിൽ ഇതൊരു BJP-യുടെ പിന്നോട്ട് പോകലിന്റെ തുടക്കമാണ്. തീർച്ചയായും മോഡി അത് ഈ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യം ഡോക്ടർ അല്ലെങ്കിൽ സോയ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രകടമായി കണ്ടു. അതുകൊണ്ട് തന്നെയാണ് BJP-ക്ക് മോഡി ഒറ്റയ്ക്ക് പ്രഭാവം ഉൾപ്പെടെയുള്ള രാജ്യം കാര്യങ്ങൾ. ഭരിക്കാൻ കഴിയുന്ന കേവല ഭൂരിപക്ഷത്തിൽ എത്താനായിട്ടില്ല എന്ന യാഥാർത്ഥ്യം നിൽക്കുന്നത്. ആ മുന്നണിക്ക് 300 സീറ്റിൽ തൊടാനായിട്ടില്ല, 400 എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നോട്ട് വെച്ച അവകാശവാദം.